നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു ജയം പോലും നേടാതെ ആതിഥേയരായ പാകിസ്ഥാൻ പുറത്തായതിനു പിന്നാലെ ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാന്റെ നേതൃശൈലിയെ പുകഴ്ത്തി പാക് ഓപ്പണർ ഇമാം ഉൽ ഹക്ക് പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. 2025 ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി നടന്ന അൾട്രാ എഡ്ജ് പോഡ്കാസ്റ്റാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. ദി മിന്റ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാൻ ഡ്രസ്സിംഗ് റൂമിലെ നേതൃത്വത്തിലെ ശക്തിയെക്കുറിച്ചായിരുന്നു ചോദ്യം. പൊട്ടിച്ചിരിയോടെ ആരെയാണ് ഞാൻ ലീഡർ എന്ന് വിളിക്കേണ്ടതെന്നാണ് ഓപ്പണർ ചോദിച്ചത്. എല്ലാവരും വ്യക്തിപരമായി പോരടിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. റിസ്വാൻ ഹോട്ടലിൽ ഒരു മുറി പ്രാർത്ഥനയ്ക്കായി ഒരുക്കും. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. നിസ്കരിക്കാൻ വെള്ള ഷീറ്റുകൾ വിരിക്കും. അമുസ്ലിങ്ങളെ മുറിയിൽ പ്രവേശിപ്പിക്കില്ല. എന്തിനേറെ നിസ്കരിക്കാനുള്ള സമയക്രമത്തിനായി വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കും. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ പാകിസ്ഥാൻ പുറത്തായതോടെ വ്യാപക വിമർശനം കേൾക്കുന്നതിനിടയിലാണ് ഈ വീഡിയോ ചർച്ചയാകുന്നത്. താരത്തിന് ക്രിക്കറ്റിനേക്കാളും മതപരമായ കാര്യങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധയെന്ന രൂക്ഷ വിമർശനങ്ങളും ആരാധകർ ഉയർത്തുന്നു. ഇന്നത്തെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ഒരു പന്ത് പോലും എറിയാതെയാണ് മത്സരം ഉപേക്ഷിച്ചത്. ഇരു ടീമുകൾക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മത്സരം പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം ഉപേക്ഷിച്ചതോടെ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചു. ഇന്ത്യയും ന്യൂസിലൻഡും ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും മത്സരിച്ചത്. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കീഴടക്കി ഇന്ത്യയും ന്യൂസിലൻഡും നേരത്തെ തന്നെ സെമി ഉറപ്പിച്ചിരുന്നു. ഗ്രൂപ്പിൽ അവസാന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും. മാർച്ച് 2-നാണ് മത്സരം. ഇന്ത്യക്കെതിരായ മത്സരത്തിനിടെ പാകിസ്ഥാൻ ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മത്സരത്തിനിടെ റിസ്വാൻ തസ്ബീഹ് മാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണ് വൈറലായത്. ഇതിനെക്കുറിച്ച് മുൻ ഇന്ത്യൻ താരം സുരേഷ് റെയ്ന പറഞ്ഞ കമന്റുകളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. റിസ്വാൻ തസ്ബീഹ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഹിത് ശർമ്മ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നുണ്ടാകും എന്നായിരുന്നു റെയ്ന തമാശ രൂപേണ പറഞ്ഞത്. മഹാമൃത്യുഞ്ജയ മന്ത്രം ദുഷ്ടശക്തികളെ അകറ്റി നിർത്തി ഭക്തനെ സുരക്ഷിതരാക്കാൻ സഹായിക്കുമെന്ന വിശ്വാസമുണ്ട്. ആ പരാമർശമാണ് റെയ്ന നടത്തിയത്. മത്സരത്തിൽ വിരാട് കോഹ്ലി നേടിയ സെഞ്ചുറി കരുത്തിൽ പാകിസ്ഥാനെ തകർത്ത് സെമി ഉറപ്പിച്ചിരുന്നു ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഉയർത്തിയ 242 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 42.3 ഓവറിൽ മറികടന്നു. 51ാം ഏകദിന സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി 100 റൺസുമായി പുറത്താകാതെ നിന്ന് പട നയിച്ചപ്പോൾ 56 റൺസ് അടിച്ച ശ്രേയസ് അയ്യരും 46 റൺസ് അടിച്ച ശുഭ്മാൻ ഗില്ലും ഇന്ത്യയ്ക്കായി തിളങ്ങിയിരുന്നു.